ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും നട്ടുച്ച ആശംസകൾ. ഇവിടെ ഇപ്പം 12 മണിയായി, കറക്റ്റ് 12 മണി. 12 മണി കഴിഞ്ഞ് കേട്ടോ. അപ്പം എല്ലാവർക്കും നട്ടുച്ച നമസ്കാരം. ഞാൻ ഇന്നലെയൊക്കെ ഒരു വീഡിയോ, ഇന്നലല്ലോ മിനിയാന്നെങ്ങാണ്ട് ഇട്ടായിരുന്നെന്ന് തോന്നുന്നു ഒരു വീഡിയോ അല്ലേ. അപ്പം എന്താ പറയുക, ഇപ്പം നമുക്ക് ചക്കയും ചക്കക്കുരും ഒക്കെ കൊണ്ട് അഭിഷേകം. 2 ദിവസമായി ചക്കക്കുരു മാങ്ങ, ചക്ക വേവിച്ചത്, ഇനി ചക്കക്കുരു പെരളൻ. നമുക്ക് ചിക്കൻ കറി അല്ല, ചിക്കൻ ഈ പെരട്ട് പോലെ ഒരു എന്താ പറയുക, ചക്കക്കുരു പെരളൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുക. എന്താ പറയുക, ഇതൊക്കെ കിട്ടുമ്പോഴല്ലേ ഉള്ളൂ അല്ലേ, എപ്പോഴും ഇതൊന്നും കിട്ടുന്ന സാധനമല്ലല്ലോ. അപ്പം നമുക്ക് കിട്ടിയത് കൊണ്ട്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചക്കക്കുരു മാങ്ങ വെച്ചു. കുറച്ച് ചക്ക ഉണ്ടായിരുന്നു, അത് ചക്ക വേവിച്ചു. പിന്നെന്താ, കുറച്ച് അതിൻ്റെ ബാക്കി കുറച്ച് ചക്കക്കുരു എടുത്ത് ഞാൻ വെച്ചിരുന്നേ. അപ്പോൾ അത് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് എന്ത് ഓക്കെ, ഇതാ കണ്ട, ദേ ഒരു ഈച്ച നടക്കുന്ന കണ്ടോ. ഞാൻ ഒരെണ്ണത്തിനെ എടുത്ത് വിൻഡോ വഴി എടുത്ത് കളഞ്ഞതാണ്. പിന്നെയും ഒരെണ്ണം കറങ്ങി നടക്കും. അതേ ഇത് കണ്ടോ ചക്കക്കുരു, ഇത്രയും ചക്കക്കുരു ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ, നമ്മുടെ ഗരം മസാല, അല്ല ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അങ്ങനെ എന്നിട്ടൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ. അപ്പോൾ അതുപോലെ ഈ ഈച്ച വിൻഡോയുടെ അവിടോട്ട് പോവാം, ഞാൻ കളയാം വാ. അപ്പം വിൻഡോ തുറന്നിടാം. അപ്പോൾ വേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ വിൻഡോ തുറന്ന് നമ്മൾ ഈച്ചയെ ഓടിച്ചു കളഞ്ഞ്. കണ്ട എന്ത് നല്ല കാലാവസ്ഥയാണെന്ന് നോക്കിയേ. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് ഇന്ന്. തണുപ്പില്ല, നല്ല കാലാവസ്ഥ. മഴയില്ല, തണുപ്പില്ല, കാറ്റില്ല. കാറ്റ് ചെറുതായിട്ടുണ്ട്, നല്ല സാരമില്ല, നല്ല കാലാവസ്ഥ. അപ്പോൾ ഇന്ന് ജാക്കറ്റ് ഒന്നും വേണ്ട, കാർഡിഗൻ പോലും വേണ്ട, ചുമ്മാ. അപ്പോൾ കണ്ട, ദേ ഞാൻ ഇത് കണ്ടോ, ഒരു മല്ലിയിലയുടെയും ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാണേ. കടയിൽ നിന്ന് വാങ്ങിയപ്പം നല്ല ഫ്രഷായിട്ടിരുന്നു. ഞാൻ വെറുതെ എടുത്ത് കിളുക്കുമെന്ന് ഞാൻ ഓർത്തില്ല. വെറുതെ എടുത്ത് പുതിനയുടെയും ഈ മല്ലിയിലയുടെയും കൂടെ ഞാൻ എടുത്ത് വെറുതെ ഒന്ന് കുഴിച്ചു വെച്ച് നോക്കിയതാണ് ഇതിനകത്ത്. ഇതുണ്ടോ എൻ്റെ ചട്ടി കണ്ടോ. ഇത് ഇനി അത് മാറ്റണം കേട്ടോ. ഇതൊന്ന് കിളുത്തിട്ടെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ പുല്ലുവെട്ടാൻ വരുമല്ലേ, ആ പുല്ലുവെട്ടാൻ വരുമ്പോൾ ഉണ്ടല്ലോ, അവരെൻ്റെ ചട്ടി ആ മെഷീൻ വെച്ചിട്ട് അവർ ഇത് പൊട്ടിച്ച് കളഞ്ഞ്. പിന്നെ ഞാനതെടുത്ത് അകത്ത് വെച്ച് എന്തെങ്കിലും വെറുതെ ഒന്ന് കുഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി എനിക്കത് മാറ്റണം. ഇതുണ്ടോ, കുറേ നാളായതാണ് ഈ ചെടി, അതിലും പൂവൊക്കെ ഇതുവരെയും പോയിട്ടില്ല. പിന്നെ ഇത് കണ്ടോ പുതിന, അന്ന് ഞാനെടുത്ത് റോസച്ചെടി ഉണ്ടായിരുന്നല്ലോ, ആ റോസച്ചെടി കരിഞ്ഞു പോയി. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പുതിന എടുത്ത് ഇതിങ്ങനെ വളഞ്ഞ് നിന്നതാണേ, ഒരു ജീവനില്ലാതെ നിന്നതാണ്. പക്ഷേ ഇപ്പം ദേ നേരെയായി കിളുത്ത് വരുന്നുണ്ടെന്ന് കണ്ട. പിന്നെ ദേ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ ഈ പനിക്കൂർക്ക കൊണ്ടുവന്നപ്പോൾ അത് ഒടിഞ്ഞു പോയിന്ന്. ആ ഒടിഞ്ഞു പോയപ്പോൾ ഇത് കണ്ടോ, നല്ല വലുതായിരുന്നേ. അത് ഒടിഞ്ഞു പോയിട്ട് ഞാൻ ഈ കുപ്പിക്കകത്ത് എടുത്ത് വെച്ചു. അപ്പോൾ അതേ വേര് വന്നണ്ടോ, കണ്ടോ വേര്. ഇനി അതെടുത്ത് മാറ്റി കുഴിച്ച് വെക്കണം, കണ്ടോ വേര്. അപ്പോൾ ഇനി അതെടുത്ത് കുഴിച്ച് വെക്കണം. പിന്നെ എന്താ, പിന്നെ വേറെന്താ, ഇതുണ്ടോ എൻ്റെ അലോവേര പോയിക്കൊണ്ടേയിരിക്കുക കണ്ടോ. പിന്നെ 2-3 ചെടികളെയും ആൻറ്റൂറിയൊക്കെ ഉണ്ട്.
അത് വലിയതായിരുന്നേ. ഒരു ചട്ടി നിറച്ചും ഇങ്ങനെ വന്നപ്പം അതിൻ്റെ ഇതെല്ലാം പൊട്ടിച്ച് ഞാൻ വേറെ വേറെ ചട്ടിയിലാക്കി വെച്ചതാണ്. ഇതുണ്ടോ ആ പനിക്കൂർക്ക, ഇതിൻ്റെ മേളുവശമാണ് ഒടിഞ്ഞത്, കണ്ടോ? അപ്പം ഞാൻ അതെടുത്ത് കുപ്പിക്കകത്ത് വെച്ച് വേര് വന്നു. അപ്പോൾ അമ്മച്ചി വീൽ ചെയറിലാണ് പോകുന്നത്. അയ്യോ കാണാവോ? എന്തിയേ പോയോ? ആ പോയി, കണ്ടോ? വീൽ ചെയറിൽ പോകുന്ന പട്ടിയുണ്ട് കയ്യിൽ. പിന്നെ എന്താണ്? അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കക്കുരു വെക്കാം അല്ലേ? ഒരു എയ്റോപ്ലെയിൻ പോകുന്ന സൗണ്ട് കേട്ടോ. നമുക്ക് അല്ല, എയ്റോപ്ലെയിനൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ എയ്റോപ്ലെയിനൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓടി മുറ്റത്ത് പോയി മേളിലോട്ട് നോക്കി നിൽക്കത്തില്ലേ? എന്തൊരു കൗതുകമായിരുന്നല്ലേ എയ്റോപ്ലെയിനൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഞാനുണ്ടല്ലോ, ഇനി ആ ഉടുപ്പ് മാറിയത് എന്നാന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാന്നറിയാം, അത് ഈ ഫുൾ സ്ലീവ് ആയതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്. ഇങ്ങനെ കയറ്റിയൊക്കെ വെക്കണ്ടേ, അത് കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് മാറ്റി വേറെ ഒരു ഉടുപ്പിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഈ നത്തോലിയില്ലേ, നത്തോലി മീൻ, നിങ്ങളൊക്കെ എന്താ പറയുന്നത്? നമ്മൾ പറയുന്നത് അത് ചൂടേന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്, കോട്ടയംകാരൊക്കെ പറയുന്നത് അതിന് ചൂടാന്ന് പറയും. പിന്നെ ചിലർ കൊഴുവേന്ന് പറയും, ചിലർ നത്തോലി എന്ന് പറയും. പിന്നെ എന്താ വേറെ എന്തൊക്കെയോ പേര് ഓരോരുത്തർ പറയുന്ന കേൾക്കാം ഈ വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോൾ. അപ്പം കുറച്ച് അത് നമ്മൾ അരച്ച് പുരട്ടി എല്ലാം വെച്ചിരിക്കുകയായിരുന്നു വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയൊന്ന് വറുത്തെടുക്കണം. പിന്നെ ചക്കക്കുരു പെരളൻ വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതങ്ങോട്ട് വറക്കാൻ അങ്ങോട്ട് വെച്ചേക്കാം അല്ലേ? അങ്ങനെ ആകുമ്പോഴേക്കും ഇത് അതവിട്ടിരുന്ന് മൂത്ത് വന്നോളൂ അല്ലേ? അപ്പോൾ ഞാൻ സോറി കേട്ടോ, ഞാൻ വരുന്നേ. അപ്പോൾ അത് നമുക്ക് വറക്കാൻ നമുക്ക് വയ്ക്കാം. എണ്ണ ഒഴിക്കട്ടെ. അപ്പം വേറെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം എണ്ണ ഒഴിച്ച് പിന്നെ ചോറ് ഞാൻ കുക്കറിനകത്തിട്ട് അതിനെ ഒന്ന് തിളച്ചിട്ട് അതൊന്ന് ഊറ്റാനായിട്ട് വെക്കണം. പിന്നെ നമുക്ക് മീൻ വറക്കാൻ വെച്ചിട്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? എല്ലാവരും നല്ല വെതറായപ്പോഴേക്കും എല്ലാവരും പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി, ആളുകളെയൊക്കെ കാണാം. അല്ലെങ്കിലുണ്ടല്ലോ പുറത്തോട്ടൊന്നും ആരെയും കാണത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ പോകുന്ന കണ്ടെങ്കിൽ ഒരു ഹായ് പറയും, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്താ ഈ ചക്കക്കുരു നിങ്ങൾ ഓർക്കരുതേ, എന്ന് ഈ ചക്കക്കുരു വെക്കുന്നത് തന്നെ കാണിക്കുന്നതെന്ന്. എനിക്ക് കിട്ടുമ്പോഴൊക്കെ അല്ലേ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം കുറച്ച് ചക്കക്കുരു കിട്ടി, അത് ഞാൻ ചക്കക്കുരും മാങ്ങയും വെച്ചു. ഇതിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഈ ചിക്കൻ പോലെ നമ്മൾ മസാലയൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചക്കക്കുരു കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചത് നമുക്ക് അങ്ങനെയൊന്ന് വെച്ച് നോക്കണം. അതേ കുറച്ച് ഇത് ഫ്രോസൺ തേങ്ങാക്കൊത്താണേ, കണ്ടോ? ഫ്രോസണാണ്, കണ്ടോ? അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിരുന്ന ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങോട്ടിട്ട് നല്ല ചിക്കൻ കറിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ അങ്ങോട്ട് വെക്കണം. ഇപ്പം തന്നെ ഓർത്തിട്ട് കൊതി വരുന്നു. അപ്പോൾ ഇത് ഫ്രീസറിനകത്തോട്ട് തന്നെ അങ്ങോട്ട് വെച്ചേക്കാം.
പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ നമുക്ക് സവോളയൊക്കെ നമുക്ക് അരിയണ്ടേ? ഇതിനകത്തോട്ട് അതിൻ്റെ തൊലിയെല്ലാം ഇട്ട് വയ്ക്കാം അല്ലേ? കത്തി എവിടെ? ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതുവരെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഞാൻ ഈ സവോള കട്ട് ചെയ്യുന്നൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞാനിത് നിങ്ങളോർക്കോ സവോള കട്ട് ചെയ്യുന്നതൊക്കെ എന്ത് കാണിക്കാനാണ്, നമ്മളിതൊക്കെ എന്നും ചെയ്യുന്നതല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് കാണിക്കുന്നത്. ഓക്കെ. അപ്പം എല്ലാവരും ടിപ്പുകളുടെ ബഹളമാണ് കാണുന്നുണ്ട്. എനിക്ക് ഈ കുറേ ദിവസമായിട്ട് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. പിന്നെ അത് തന്നെയല്ല, ബാക്ക് പെയിൻ അങ്ങോട്ട് കൂടി. പിന്നെ ഹോസ്പിറ്റലിൽ പോകാതെ നിവൃത്തിയില്ലാന്നായി. അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലല്ല കേട്ടോ, GP-യിൽ. ഇവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെ നേരിട്ട് പോകാൻ പറ്റില്ലല്ലോ. GP-യിൽ നമ്മൾ പോയിട്ട്, അതും അപ്പോയിൻമെൻ്റൊക്കെ കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ GP-യിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പിന്നെ നിവൃത്തിയില്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ. GP-ന്ന് നമുക്ക് ഇത് തരണം. അപ്പം അങ്ങനെ ഞാൻ ഇന്നലെ GP പോയി. അപ്പോൾ അവർ പറയുന്ന പെയിൻ കില്ലർ കഴിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഇന്നലെ തലവേദനയുണ്ടായിരുന്നു. അപ്പോൾ തലവേദനയൊക്കെ എടുത്തപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും GP-യിലൊന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നമ്മൾ GP പോയപ്പം തലവേദനയ്ക്ക് അവരൊരു മൂക്കിലൊഴിക്കാൻ ഒരു ഡ്രോപ്സ് തന്നു. പിന്നെന്താ പെയിൻ കില്ലർ തന്നു, കൊക്കഡാമോൾ. അതൊക്കെ ഉള്ളു GP-ന്ന് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്റേ എടുക്കുമോ സ്കാൻ ചെയ്യുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇവിടെ ഫിസിയോതെറാപ്പി പറഞ്ഞു നെക്സ്റ്റ് ചൊവ്വാഴ്ച. അപ്പം ചൊവ്വാഴ്ച 11:30 ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഫിസിയോതെറാപ്പിക്ക് ചെന്നിട്ട് അവർ നോക്കട്ടെ, അവരെന്താ പറയുന്നതെന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് എക്സ്റേ എടുക്കുമോ സ്കാൻ ചെയ്യാനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചൂട നത്തോലി അത് നമ്മൾ വറക്കാൻ വെച്ചു. ഇതിൻ്റെ ഈ മണം എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. മീനൊക്കെ വറക്കാൻ വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചൊവ്വാഴ്ച GP-യിൽ പോകാം. അപ്പോൾ ഞാൻ കഴിവതും അങ്ങനെ മരുന്നുകളൊന്നും കഴിക്കത്തില്ല, എനിക്കിഷ്ടമില്ല. അപ്പോൾ എന്നാൽ ഇത് കുറയട്ടെ എന്ന് വിചാരിച്ച് ഇരുന്നിട്ട് കുറയുന്നില്ല. അപ്പം പിന്നെ ഒരു ടാബ്ലറ്റ് എങ്കിലും കഴിക്കാതെ രക്ഷയില്ല എന്നോർത്തു. അപ്പോൾ നമ്മൾ പോയി ഇന്ന് രാവിലെ ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചപ്പം കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ചൊരു മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. ബാക്ക് പെയിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ട്യൂസ്ഡേ പോകണം, ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകണം. അപ്പോൾ അവർ ഫിസിയോതെറാപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ അവർ കുറച്ച് എക്സസൈസൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. നമ്മളത് വീട്ടിൽ വന്ന് അതുപോലൊക്കെ ചെയ്യണം. എന്നെ കൊണ്ടൊന്നും വയ്യ, പിന്നെ അതൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ പോരും. അങ്ങനെ ഏതായാലും ഒരു അപ്പോയിൻമെൻറ്റ് വെറുതെ കളയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതൊക്കെ മേടിച്ചിട്ട് പോരും.
പിന്നെ കുറവില്ലാന്നും പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ചെന്നാൽ അവർ ചിലപ്പം സ്കാൻ ചെയ്യാനായിട്ട് അവർ വരും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യണം. ഒരു മിനിറ്റ്. കണ്ടോ, ഒരപ്പച്ചൻ വീൽ ചെയറിലിരിക്കും അവിടെ, കാണുന്നുണ്ട്. ഇപ്പോൾ കാണാം അല്ലേ? ഉണ്ടോ വീൽ ചെയറല്ല? ഇവിടെ മിക്കവാറും താമസിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒത്തിരി പ്രായമുള്ളവരൊക്കെ, എന്നെ പോലെയൊക്കെ ഉള്ളവരൊക്കെ റിട്ടയർമെൻറ്റ് ആൾക്കാരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം മിക്കവാറും ചിലരൊക്കെ ഇങ്ങനെ നടക്കാൻ വയ്യാത്തവരും വീൽ ചെയറിൽ നടക്കുന്നവരും ഒക്കെയാണ്. എന്നാലും അവരുടെ കൂടെ ഒരു പട്ടി കാണും ഇങ്ങനെ നടക്കുന്നവർ. എല്ലാവർക്കും ഉണ്ടോ എന്തെങ്കിലുമൊക്കെ പട്ടിയോ പൂച്ചയോ ഒക്കെ ഉണ്ട്. ദേ അവിടെ കൊണ്ട് എല്ലാവരും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ ഒരു മീറ്റിംഗ്, എല്ലാവരും കൂടെ വന്നിരുന്ന് സമ്മറിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കും. കണ്ട, അപ്പോൾ പിന്നെ നമ്മളുടെ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ജീപ്പിലെ കാര്യമൊക്കെ ആയിരുന്നല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ പോകണം. ചൊവ്വാഴ്ച പോയി അവരെന്താ പറയുന്നതെന്ന് നോക്കട്ടെ. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോയത്. പിന്നെ വേറെ എന്താണ്? പിന്നെ നമുക്ക് ഇനി സവാളയൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നത്തലിയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, എല്ലാവരും ബ്യൂട്ടി ടിപ്സൊക്കെ ഇട്ട് തകർത്ത് വാരുക. മുടി സംരക്ഷണം, എന്നെപ്പോലെയുള്ളവർക്കൊക്കെ പ്രായം തോന്നാതിരിക്കാൻ വേണ്ടി, പ്രായം ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളെ, ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളെ എല്ലാം ഇടുന്നുണ്ട്. ഞാനെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഞാനൊന്നും ചെയ്യത്തില്ല കേട്ടോ. നേരം ഇല്ലയെന്ന് പറഞ്ഞാൽ നേരം ഉണ്ടാക്കണമെന്ന് പറയും. എനിക്ക് അത്രയ്ക്ക് നേരമില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കും ചെറുപ്പമായൊക്കെ ഇരുന്നാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ നമ്മുടെ നത്തോലി എങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കക്കുരു ഞാൻ ചക്കക്കുരുവിന് ഇത് കടുകൊക്കെ വറുത്തിട്ട് നമ്മൾ കടുകൊക്കെ വറുത്തിട്ട് ഇതൊക്കെ വഴറ്റി. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും അല്ലേ എൻ്റെ ഈ സംസാരം കേട്ടിട്ട്. അപ്പം ഞാൻ ആദ്യം എണ്ണ ഒഴിക്കട്ടെ, പെട്ടെന്ന് അതൊക്കെ ചെയ്യാം. എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇച്ചിരി കടുകിടാം. കടുകിട്ടിട്ട് ആരും പോയൊക്കെ എത്തിയാൻ വരുന്നുണ്ട് കേട്ടോ. ചൂടായോ? ചൂടായില്ല. എപ്പോഴും എൻ്റെ കാര്യമില്ല. അപ്പോൾ അത് ഫ്രൈ ആയിട്ട് മീൻ ഫ്രൈ അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അത് ഓഫ് ചെയ്തേക്കാം. എന്നിട്ടതൊന്ന് മൂടി വയ്ക്കാം. അടിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ദേഹത്തോട്ടെല്ലാം തെറിച്ച് പിന്നെ സ്മെല്ല് വരും. അതാ ഒരു കുഴപ്പം. അപ്പം കൊള്ളാമല്ലോ. അപ്പോൾ ഞാനിന്ന് ഒരു സെമി ക്ലാസിക്കലിലൊന്ന് കൈവച്ചാലോ? അപ്പം ഏത് പാട്ടാ? ഒത്തിരി പാട്ടുകളൊക്കെ എനിക്ക് അറിയാം കേട്ടോ, ഞാൻ പാടും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു പാട്ട് ഓർമ്മയിൽ വരുന്നുണ്ട്. ഞാനേ
ഇതെടുത്ത് അവിടെ നിന്ന് മാറ്റി വെച്ചേക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകും. അടുപ്പല്ലിരുന്ന് ചൂട്, ഇലക്ട്രിക് അടുപ്പല്ലേ, അപ്പം അവിടെ ഇരിക്കട്ടെ. കാട്ടിലെ പാൽമുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, കാട്ടിലെ പാൽമുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, മന്മനവീണയിൽ. സോറി, ഒരു മിനിറ്റ്. ഇതെന്താ കീ സൗണ്ട് കേൾക്കുന്നേ? ഈ പുകയൊക്കെ വന്നാലേ അലാം അടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഫയറെല്ലാം അടിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു പേടിയും വെപ്രാളവും ഒക്കെ വരും. അറിയാം, നമ്മൾ അത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. അപ്പം പിന്നെ പോയി ആ ഡോർ അടച്ചിട്ട് വിൻഡോയും കൂടെ തുറന്നിട്ടാൽ പ്രശ്നമില്ല. അപ്പം നമ്മൾ ഞാൻ ആ പാട്ട് മുഴുവൻ പാടാൻ പറ്റിയില്ല. മന്മനവീണയിൽ നിൻ ശ്രുതി ചേർന്നൊരു തന്ത്രിയിലാകവേ തുരമ്പു വീണു, തന്ത്രിയിലാകവേ തുരമ്പു വീണു, അണിയിച്ച പത്മകിരീടം തറയിൽ വീണിന്നു തകരുന്നു, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ. തേങ്ങാക്കൊത്ത് ഇടുവാണേ. ഇതിലേക്ക് കുറച്ച് വെച്ചേക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിട്ടു. ഇനി നമുക്കെന്താ, കുറച്ച് കറിവേപ്പിലയാണ്. ആ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരട്ടെ. കറിവേപ്പില ഇരുന്ന് ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ തുഷാരബിന്ദുക്കളെ എന്തിനു വെറുതെ ബിന്ദുക്കളെ ഇന്നലെ രാത്രി വനവീതിയിൽ വിരുന്നു വന്നൊരു മലരെ മണിമാരനു നീ നൽകിയതെന്തേ മണമോ മനമോ പൂന്തേനോ മണമോ മനമോ പൂന്തേനോ തുഷാരബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ ചമ്പനിഴലിൽ വിഷാദഭാവം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇടുവാണേ. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ സവാള, അതെല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് എളുപ്പമുണ്ടല്ലോ.
അപ്പോൾ ഒരു മുംബൈ ചൈൻസ് ഉണ്ടല്ലോ, ആ കൊച്ചി ഇന്നലെ പറയായിരുന്നു ലൈവിൽ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ചെറുതാണെങ്കിലും വീഡിയോ ഒക്കെ ഇടണം കേട്ടോ, ചേച്ചി നമ്മളുടെ ആരോ സ്വന്തക്കാരാരോ അടുത്ത് നിന്നിങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത്, അപ്പോൾ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു കേട്ടോ, ചേച്ചിന്ന് വിളിക്കണോ അമ്മ എന്ത് വിളിക്കണോ എന്ന് ചോദിച്ചു. സുമാന്ന് വിളിച്ചാൽ മതിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് 64 വയസ്സുണ്ട്, പിന്നെ ഇഷ്ടംപോലെ എന്ത് വേണേലും വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അത്രയും പ്രായം തോന്നത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അയ്യോ, അപ്പോൾ ഇപ്പം എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ ലൈവിൽ വന്നപ്പോൾ കാണാൻ പറ്റില്ലല്ലോ, ദീപ കാണുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ ദീപ ഈ വീഡിയോ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുവാണെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ശരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ നമ്മുടെ സവാളയും ഇതൊക്കെ ഇട്ട് കേട്ടോ, അതൊന്നിനെ ഒന്ന് വഴന്ന് വരട്ടെ. ഒരു ശകലം ഉപ്പൊന്നും ഇട്ടില്ല അല്ലേ, പെട്ടെന്ന് വഴന്നുള്ളൂല്ലോ. ഒത്തിരി നേരം നിങ്ങളെ ബോറം അടുപ്പിച്ച് വെയിറ്റ് ചെയ്യണ്ടല്ലോ. ശരി, ഇച്ചിരി ഇട്ടേക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ ചക്കക്കുരു ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. നിറം ചാത്തുമോർമതൻ താഴ്വരയിൽ എൻ്റെ മൗനവാത്മീകങ്ങൾ തകർന്നു വീണു. നിറം ചാത്തുമോർമതൻ താഴ്വരയിൽ നിന്റെ മൗനവാത്മീകങ്ങൾ തകർന്നു വീണു. വിരഹത്തിൻ വീണ പാടി വിധിയാരറിഞ്ഞു. മുഖം മൂടി അണിഞ്ഞിട്ടും മിഴിച്ചെപ്പിൻ മുത്തുകളെ മറയ്ക്കുവാൻ കഴിയില്ലല്ലോ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിയില്ലല്ലോ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. വാണി ജയറാമാന്ന് തോന്നുന്നു പാടിയത് കേട്ടോ, അത് ഞാൻ മറന്നുപോയി ആരാണെന്ന്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ എന്താ ഇതൊക്കെ നമ്മൾ റേഡിയോയിൽ കേട്ട് കൂടെ പാടി 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 ഇങ്ങനെ പഠിച്ചതാണ്. അപ്പം ശരിക്കും എൻ്റെ പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ
ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയണം. അല്ലാതെ ചുമ്മാതെ ഈ എന്താ ഇങ്ങനെ അങ്ങനെയൊന്നും പൊക്കിയൊന്നും അങ്ങനെയൊന്നും പറയണ്ട. ശരിക്കും നല്ലതാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ചേച്ചി ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അത് കുറച്ചും കൂടി ശരിയാകാനുണ്ട്, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ പാട്ടിനെ പറ്റി എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ പാട്ട് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ അറിയാവുന്നതൊക്കെ ഞാൻ പാടുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ തീ കുറച്ച് വെച്ചതുകൊണ്ട് നമ്മളുടെ സവളയൊക്കെ വഴന്നില്ല. വാചകം അടിച്ചും പാട്ട് പാടിയും വർത്താനം പറഞ്ഞുമൊക്കെ സമയങ്ങളിങ്ങനെ പോയി. അല്ല, ഇത് ഞാൻ എന്തിനാണ് അങ്ങോട്ട് വെച്ചത്? ഇതെനിക്ക് ഇങ്ങനെ കൈ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ വേറെ എന്താണ്, ഇപ്പോൾ വ്യൂസൊക്കെ തീരെ കുറഞ്ഞു വരുവാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഇടുന്നില്ല. പിന്നെ വീഡിയോസൊക്കെ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ അരമണിക്കൂറോ അങ്ങനെയൊക്കെ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ലൈവൊക്കെ ഇട്ടാൽ വ്യൂസൊക്കെ കൂടും അങ്ങനെ. പക്ഷേ എനിക്ക് ഞാൻ നോക്കിയിട്ട് കുറയുന്നതല്ലാതെ കൂടുന്നൊന്നുമില്ല. അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടാൽ വ്യൂ ഉണ്ടാകും അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ പിന്നെ വേറെ എന്താണ്? ഞാൻ ഈ ജന്മം തപസ്സിരുന്നാൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരില്ല. പിന്നെ നോക്കാം അല്ലേ, സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാം. അപ്പം എന്തായാലും നോക്കാം. പിന്നെ ചിലപ്പോൾ ഓർക്കും, എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്നുകൊണ്ട് മെനക്കിടുന്നത് എന്നോർക്കും. പിന്നെ ഓർക്കും, എന്തായാലും നമ്മൾ ചെയ്യുന്നത് അങ്ങോട്ട് എടുത്തിട്ടേക്കാം, കിട്ടുന്നതാട്ടെ, അങ്ങനെ വിചാരിക്കും. ചക്കക്കുരു വെന്തോ? അപ്പം പിന്നെ ഓക്കെ. അപ്പം ഏതാണ്ട് ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട, ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കണ്ടേ. അപ്പോൾ നമുക്ക് മസാല ചേർക്കാം അല്ലേ. അപ്പോൾ ഞാനൊരു പാട്ട് പാടി, അത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു. നമ്മളിവിടെ ഈ പാർക്കിങ്ങിൻ്റെ പെർമിറ്റ് എടുക്കണമായിരുന്നേ. അപ്പം അത് എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അത് പുതിയതായിട്ട് വീണ്ടും എടുക്കണമായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് വെഹിക്കിളൊക്കെ പാർക്ക് ചെയ്യണമെങ്കിലും അല്ലാതെ വിസിറ്റേഴ്സിന് പാർക്ക് ചെയ്യാനായിട്ട് വേറെ അങ്ങനെ നമുക്ക് എടുക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഓഫീസിൽ പറഞ്ഞു. അപ്പം ഒരു 5 പൗണ്ട് കൊടുക്കണം. അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്നെ വിളിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ 5 പൗണ്ട് കൊടുക്കണം. ചിലപ്പോൾ മിക്കവാറും എനിക്കൊരു കോളൂടെ വരാൻ ചാൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി. ഇതെല്ലാം എടുത്ത് വെക്കേണ്ടതായിരുന്നു. ഞാൻ പാചകം അടിച്ചടിച്ചടിച്ച്. അപ്പം കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല ഇടണം. ഗരം മസാല, ഓക്കെ, ഗരം മസാല. ഇച്ചിരി ഗരം മസാല ഇട്ടു.
പിന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടണം. ഞാൻ മറ്റേ കാശ്മീരി ചില്ലിപ്പൊടി ആണ് ഇട്ടത്, അതുകൊണ്ട് എരിവ് കാണത്തില്ല. ഒരു ശകലം കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വേണ്ടേ, അപ്പോൾ ഇച്ചിരി കുരുമുളകും കൂടി ഇടാം. കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി നല്ലതല്ലേ കുരുമുളകിൻ്റെ, അപ്പോൾ അത് ഇട്ട് ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്താ സ്മെല്ല്. ഓക്കെ, അപ്പം അതാ ഈ പരുവത്തിലായി കണ്ട. ഇനി നമുക്ക് നമ്മളുടെ ചക്കക്കുരു ഇടാം. ഈ ചക്കക്കുരു ആരും എന്നെ ഒന്നും പറയല്ലേ, എനിക്ക് ചക്കക്കുരു ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ്, അത് തന്നെയല്ലേ ഇവിടെ അങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പോൾ കിട്ടുമ്പോൾ ചക്കക്കുരു മാങ്ങ, ചക്കക്കുരു പെരളൻ, ചക്കക്കുരു തോരൻ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ചക്കക്കുരു ഇട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഒഴിക്കും. അത് ഇച്ചിരി ഒന്ന് പെരണ്ടിരിക്കണ്ടേ, ഒത്തിരി അങ്ങനെ ഡ്രൈ ആവാൻ പാടില്ലല്ലോ. അപ്പം അത് നമുക്കിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണ്ടേ. ഉപ്പുണ്ടോ നോക്കാം അല്ലേ. ഉപ്പ് ഇല്ല, അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇടാം. ഒന്നുകൂടെ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ. ഉപ്പ് കൂടിപ്പോയി. സാരില്ല അല്ലേ. ഓ സാരില്ല. നോക്കട്ടെ, ചിലപ്പം ഉപ്പ് കുറഞ്ഞെങ്കിലോ. അത്രയ്ക്ക് കൂടുതലൊന്നുമില്ല. ചോറിനകത്ത് ഇട്ടങ്ങോട്ട് പുരട്ടുമ്പോൾ ഓക്കെ. എരിവൊന്നുമില്ല. കുഴപ്പമില്ല, ചോറിനകത്തിട്ട് പുരട്ടുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ ഓഫ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒന്ന് മൂടി വെക്കട്ടെ. അയ്യോ എൻ്റെ അമ്മച്ചി. അപ്പം ആ അടുപ്പിൻ്റെ ആ തീയിൽ ഇരുന്ന് ഒന്ന്
ഇതാകട്ടെ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അങ്ങനെ എൻ്റെ പാട്ടുകളും എൻ്റെ കഥകളും എൻ്റെ കാര്യങ്ങളും എൻ്റെ ചക്കക്കുരു പെരളനും എല്ലാവരും നിങ്ങൾ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം. പിന്നെന്തോ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഓടി വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല നല്ല കുക്കിങ് കാണാം, പിന്നെ നല്ല നല്ല കഥകൾ കേൾക്കാം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ഓടി എത്തുന്നതായിരിക്കും. അപ്പം എല്ലാവരും കയറി എൻ്റെ വീഡിയോസ് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ. താങ്ക് യു.